ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. ലൂസിയുടെയും അവളുടെ അമ്മയുടെയും സംസ്കാരകർമ്മം ഒരുമിച്ച് നടത്താനാണ് തീരുമാനിച്ചത്. ഞാൻ എല്ലാറ്റിനും സാക്ഷ്യം വഹിച്ചു. വാൻ ഹെൽസിംഗ് അവിടെ നിന്ന് പോന്നതേയില്ല. ആ വീടാകെ താറുമാറായി കിടക്കുകയാണ്. ബന്ധുക്കളായി ഒരാളുമില്ലായിരുന്നു. തൻ്റെ പിതാവിൻ്റെ സംസ്കാരത്തിൽ പങ്കെടുക്കാനായി ആർതർക്ക് പിറ്റേന്ന് തന്നെ തിരിച്ചു പോകേണ്ടി വന്നു. ഈ പരിതസ്ഥിതിയിൽ കടലാസുകളും റിക്കാർഡുകളും ഒക്കെ പരിശോധിച്ച് കാര്യങ്ങൾ ശരിപ്പെടുത്താൻ ഞങ്ങൾ തന്നെ തീർച്ചയാക്കി. ലൂസിയുടെ കടലാസുകളൊക്കെ ഞാൻ തന്നെ നോക്കിക്കൊള്ളാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനതിൻ്റെ കാരണം അന്വേഷിക്കാതിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഒരു വിദേശിയാണെന്നിരിക്കെ ഒരുപക്ഷെ ഇവിടുത്തെ നിയമവശങ്ങളൊന്നും തികച്ചും അറിഞ്ഞില്ലെന്ന് വരാം. അത് കുഴപ്പത്തിൽ കലാശിക്കുകയും ചെയ്തേക്കാം. പക്ഷേ എൻ്റെ ഉദ്ദേശ്യം മനസ്സിലാക്കിയ പോലെ അദ്ദേഹം പ്രതിവചിച്ചു. എനിക്കറിയാം, ഞാനൊരു ഡോക്ടറാണെന്നതുപോലെ തന്നെ ഒരു നിയമവിദഗ്ധനുമാണ്. നിങ്ങൾ മറക്കുന്നു. പക്ഷേ ഇതിൽ നിയമവശങ്ങളല്ല ഉള്ളത്. അത് നിങ്ങൾക്കറിയുകയും ചെയ്യാം. ഇതുപോലെയുള്ള കടലാസുകൾ ഇനിയുമുണ്ടാകാം. അദ്ദേഹം തൻ്റെ പോക്കറ്റ് ബുക്കിൽ നിന്ന് ലൂസി ഉറക്കത്തിൽ കീറിയ ആ കടലാസ് കഷ്ണം പുറത്തെടുത്തു. ലൂസിയുടെ അമ്മയുടേതായി അവരുടെ നിയമോപദേഷ്ടാവിന് ആവശ്യമാകാവുന്ന കടലാസുകൾ എന്തെങ്കിലും കണ്ടാൽ എല്ലാം സീല് വെച്ച് അയച്ചു കൊടുത്തോളൂ. ഇവിടെ ലൂസിയുടെ റിക്കാർഡുകൾ മുറി മുഴുവനും ഞാൻ തന്നെ തിരഞ്ഞോളാം. അവളുടെ ഒരു ചിന്താശകലം പോലും അന്യൊരുത്തൻ്റെ കയ്യിൽ കിട്ടുന്നത് ശരിയല്ല. ഞാൻ എൻ്റെ ജോലിയിൽ വ്യാപൃതനായി. അമ്മയുടെ കടലാസുകളൊക്കെ വളരെ ചിട്ടയായി ഒരുക്കി വച്ചിരുന്നു. തന്നെ സംസ്കരിക്കേണ്ട സ്ഥലം പോലും അവർ കൃത്യമായി കുറിച്ചു വച്ചിരുന്നു. ഞാൻ അവയെല്ലാം സീലു വയ്ക്കാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് വാൻ ഹെൽസിംഗ് മുറിയിലേക്ക് കടന്നു വന്നു. സുഹൃത്തേ, ഞാൻ സഹായിക്കണോ? എൻ്റെ ജോലികൾ തീർന്നിരിക്കുന്നു. വേണമെങ്കിൽ ഞാനും കൂടാം. താങ്കൾ തിരിഞ്ഞിരുന്നത് കിട്ടിയോ? ഞാൻ ചോദിച്ചു. വ്യക്തമായ ഒന്നും കിട്ടുമെന്ന് കരുതിയല്ല ഞാൻ തിരഞ്ഞത്. എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ആകെ ഉണ്ടായിരുന്നത് കുറച്ച് കത്തുകളും കുറിപ്പുകളും ഈയിടെ മാത്രം എഴുതാൻ ആരംഭിച്ച ഒരു ഡയറിയുമാണ്. ഞാനതൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ തൽക്കാലം നമുക്കതിനെപ്പറ്റി സംസാരിക്കേണ്ട. നാളെ വൈകുന്നേരം ഞാൻ ആ സാധു മനുഷ്യനെ കാണും. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെയേ ഇവയ്ക്ക് ഉപയോഗിക്കുവാൻ പാടുള്ളൂ. ഞങ്ങൾ പ്രവൃത്തി പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി സുഹൃത്തെ, നമുക്ക് കിടക്കാം. ഇപ്പോൾ നമുക്ക് വിശ്രമവും ഉറക്കവുമാണ് ആവശ്യം. നാളെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഈ രാത്രി ഇനി ഒന്നും തന്നെ ചെയ്യാനില്ല. കഷ്ടം. കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരിക്കൽ കൂടി ലൂസിയുടെ അരികിൽ പോയി നോക്കി. വലിയ മെഴുകുതിരികൾ കത്തി നിൽക്കുന്നു. ആ വെളിച്ചത്തിൽ എല്ലാം വ്യക്തമായി കാണാം. വെളുത്ത് ഭംഗിയുള്ള പുഷ്പങ്ങൾ ബീഭത്സങ്ങളായി തോന്നി. പുതപ്പിൻ്റെ അറ്റം കൊണ്ട് ലൂസിയുടെ മുഖം മൂടിയിരിക്കുന്നു. പ്രൊഫസർ കുനിഞ്ഞു നിന്ന് അത് മെല്ലെ വലിച്ചു മാറ്റി. മുമ്പിലുള്ള സൗന്ദര്യമൂർത്തിയെ കണ്ടപ്പോൾ ഞങ്ങൾ തരിച്ചു നിന്നുപോയി. ലൂസിയുടെ യുവചൈതന്യം ഒന്നാകെ തിരികെ വന്ന പോലെ തോന്നി. ജീവിതത്തിൻ്റെതായ എല്ലാ മനോഹാരിതയും അവളിൽ വീണ്ടും ആവേശിച്ചിരിക്കുകയാണ്. ഒരു ശവത്തിൻ്റെ മുഖത്തേക്കാണ് നോക്കി നിൽക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പ്രൊഫസർ വളരെ ഗൗരവത്തിലാണെന്ന് തോന്നി. എന്നെപ്പോലെ അദ്ദേഹം അവളെ പ്രണയിച്ചിട്ടില്ല. അപ്പോൾ കണ്ണുകൾ നിറയേണ്ട ആവശ്യവുമില്ലല്ലോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വരുന്നതുവരെ ഇവിടെ തന്നെ നിൽക്കൂ. അദ്ദേഹം പെട്ടെന്ന് പുറത്തിറങ്ങിപ്പോയി. കയ്യിൽ കുറേ വെള്ളുള്ളി പുഷ്പങ്ങളുമായി അദ്ദേഹം തിരികെ വന്നു. കുറേ പുഷ്പങ്ങൾ ലൂസിയുടെ കിടക്കയുടെ ചുറ്റുമായി അദ്ദേഹം നിരത്തിവെച്ചു. പിന്നീട് തൻ്റെ കഴുത്തിൽ നിന്ന് ഒരു സ്വർണ്ണ കുരിശെടുത്ത് അവളുടെ ചുണ്ടുകൾക്കുപരിയായി വെച്ചു. ആ പുഷ്പം മെല്ലെയെടുത്ത് മുൻ സ്ഥിതിയിൽ തന്നെ ഇട്ട് ഞങ്ങൾ തിരികെ പോന്നു. ഞാൻ മുറിയിൽ വന്ന് ഉടുപ്പഴിച്ചു വെക്കാൻ ഭാവിക്കുകയായി. പെട്ടെന്ന് അദ്ദേഹം കടന്നു വന്നു പറഞ്ഞു, നാളെ സന്ധ്യയ്ക്ക് മുമ്പായി പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഒരു സെറ്റ് കത്തികൾ കൊണ്ടുവന്ന് തരണം. കീറി പരിശോധിക്കണോ? ഞാൻ ചോദിച്ചു. വേണം. ശവം കീറേണ്ടിയിരിക്കുന്നു. എങ്കിലും താങ്കൾ വിചാരിക്കും പോലെയല്ല. ഞാൻ താങ്കളോട് പറയാം. ഒരക്ഷരം മറ്റൊരാളോട് പറയരുത്. എനിക്ക് അവളുടെ തല മുറിച്ച് കളയണം. ആ ഹൃദയം എടുക്കുകയും വേണം. ഒരു ഓപ്പറേഷൻ വിദഗ്ധനായിട്ടും താങ്കൾ ഇങ്ങനെ പരിഭ്രമിക്കുകയാണോ? മറ്റുള്ളവരൊക്കെ നിന്ന് വിറയ്ക്കുമ്പോഴും യാതൊരു ചാഞ്ചല്യവും കൂടാതെ ജീവനുള്ള ദേഹത്തിൽ താങ്കൾ ഓപ്പറേഷൻ നടത്താറുള്ളതല്ലേ? പക്ഷെ താങ്കൾ അവളെ പ്രേമിച്ചിരുന്നു. ഞാനത് മറക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനാവാമെന്ന് പറഞ്ഞതും. താങ്കൾ സഹായിക്കുകയേ വേണ്ടൂ. ഞാനത് ഇന്നു തന്നെ രാത്രി ചെയ്യുമായിരുന്നു.
പക്ഷേ ആർതർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് അതിനെ അവസാനമായി ഒന്ന് കാണേണ്ടി വരും. പിന്നെ അവളെ ശവപ്പെട്ടിയിലടച്ച് പിറ്റേ ദിവസം കൊണ്ടുപോകാനായി തയ്യാറാക്കി വെച്ചാൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്കിരുവർക്കും കൂടി വരണം. നമുക്ക് ശവപ്പെട്ടിയുടെ മൂടി തുറക്കാം, ഓപ്പറേഷൻ നടത്തുകയും ചെയ്യാം. ശവപ്പെട്ടി മുമ്പത്തെ പോലെ തന്നെ ശരിയാക്കി വെച്ചാൽ നാം അല്ലാതെ മറ്റാരും ഒന്നും അറിയുകയില്ല. പക്ഷേ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ആ പെൺകുട്ടി മരിച്ചുപോയി. ആവശ്യമില്ലാതെ എന്തിനാണ് അവളുടെ ദേഹം കൂടി നശിപ്പിക്കുന്നത്? പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ആവശ്യമില്ലെങ്കിൽ പിന്നെ അങ്ങനെ മുറിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടാനുമില്ലെങ്കിൽ അവൾക്കും നമുക്കും ശാസ്ത്രത്തിനും മനുഷ്യൻ്റെ വിജ്ഞാന സമ്പത്തിനും ഒന്നും തന്നെ യാതൊരു ഗുണവും സിദ്ധിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണിത് ചെയ്യുന്നത്? പ്രൊഫസർ, അത് കിരാതത്വമാണ്. എൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് വളരെ ഹൃദയംഗമമായ സ്വരത്തിൽ അദ്ദേഹം പ്രതിവചിച്ചു. എൻ്റെ പ്രിയമുള്ള സുഹൃത്തെ, താങ്കളുടെ വ്രണിത ഹൃദയത്തെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് വേദന തോന്നുകയാണ്. എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ താങ്കളുടെ വേദന ഞാൻ ഏറ്റെടുത്തേനെ. പക്ഷേ താങ്കൾക്കറിയാത്ത കാര്യങ്ങളുണ്ട്, എനിക്കവയറിയാം. സെവാഡ്, എൻ്റെ കുഞ്ഞെ, കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി താങ്കൾക്ക് എന്തറിയാം? തക്കതായ കാരണമില്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എനിക്ക് തെറ്റുപറ്റാം, ഞാനും മനുഷ്യൻ തന്നെയല്ലേ. പക്ഷേ ഞാൻ ചെയ്യുന്നതിലെല്ലാം എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. ഈ വക കാര്യങ്ങളെ കൊണ്ട് തന്നെയല്ലേ അത്തരം ഒരു സന്ദർഭം വന്നപ്പോൾ താങ്കൾ എന്നോട് വരാൻ ആവശ്യപ്പെട്ടത്? അതെ, ലൂസിയെ അവൾ മരിക്കുമ്പോൾ പോലും ചുംബിക്കാൻ ഞാൻ ആർദ്രയെ അനുവദിച്ചില്ല. അപ്പോൾ താങ്കൾ ഭയപ്പെട്ടില്ലെങ്കിൽ അമ്പരിക്കുകയെങ്കിലും ചെയ്തില്ലേ? ഉവ്. എന്നിട്ടും അവൾ മരണമാക്രമിക്കുന്ന മിഴികളാൽ എന്നെ നോക്കി. എൻ്റെ പരുവരുത്ത വയസ്സൻ കൈപിടിച്ച് ചുംബിച്ചു. എന്നോട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു, ഇല്ലേ? ഞാൻ അവളോട് വാഗ്ദത്തം ചെയ്തത് താങ്കൾ ശ്രദ്ധിച്ചില്ലേ? അവൾ എത്ര കൃതജ്ഞതയോടെയാണ് കണ്ണുകൾ അടച്ചത്. ശരിയാണ്, ഞാൻ ചെയ്യുന്നതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്. കുറേ കൊല്ലങ്ങളായി താങ്കൾ എന്നെ വിശ്വസിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇക്കഴിഞ്ഞ ചില ദിവസങ്ങളിലെ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ താങ്കൾക്ക് എൻ്റെ പേരിൽ സംശയം തോന്നാം. സുഹൃത്തെ, അല്പം കൂടെ എന്നെ വിശ്വസിക്കൂ. വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിലുള്ളതെല്ലാം പറയേണ്ടി വരും. ഒരു പക്ഷേ അത് ശരിയായിരിക്കുകയില്ല. എൻ്റെ സുഹൃത്തിന് എന്നിൽ അവിശ്വാസമുണ്ടായിരിക്കെ പ്രവൃത്തിയെടുക്കേണ്ടി വരികയാണെങ്കിൽ, ഓ, ധൈര്യവും സഹായവും ആവശ്യമായ സന്ദർഭത്തിൽ ഞാൻ എത്രമാത്രം ഏകനായിരിക്കും. അദ്ദേഹം തെല്ലിട നിർത്തിയ ശേഷം വീണ്ടും തുടർന്നു. സുഹൃത്തെ, നമുക്ക് നേരിടാനുള്ളത് വിചിത്രവും ഭീകരവുമായ വസ്തുതകളെയാണ്. നാം വേർതിരിഞ്ഞു നിൽക്കാതെ രണ്ട് ദേഹവും ഒരു ആത്മാവുമായി പ്രവൃത്തിയെടുക്കുകയാണെങ്കിൽ എല്ലാം ശുഭമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾക്ക് എന്നിൽ വിശ്വാസമില്ലേ? ഞാൻ അദ്ദേഹത്തിൻ്റെ കരം ഗ്രഹിച്ചുകൊണ്ട് സത്യം ചെയ്തു. വാതിൽ തുറന്നുകൊടുത്തു. അദ്ദേഹം നടന്നുപോയി തൻ്റെ മുറിയിൽ പ്രവേശിച്ചു. ഞാൻ അനങ്ങാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു പരിചാരക ലൂസിയുടെ മൃതദേഹം കിടക്കുന്ന മുറിയിലേക്ക് പോകുന്നത് കണ്ടു. അവളുടെ പിൻവശമാണ് ഞാൻ കണ്ടത്. അവൾ എന്നെ കണ്ടിട്ടില്ല. ആ രംഗം എന്നെ വേദനിപ്പിച്ചു. ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് സ്നേഹബഹുമാനങ്ങൾ ലഭിക്കുമ്പോൾ അതർപ്പിക്കുന്നവരോടുള്ള കടപ്പാട് അധികരിക്കുകയാണ്. ഇവിടെ ഇതാ ഒരു പാവം പെണ്ണ് മരണത്തെപ്പറ്റി അവൾക്ക് സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഭീതികളെല്ലാം വിസ്മരിച്ചുകൊണ്ട് താൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്വാമിനിയുടെ മൃതദേഹത്തിന് കാവലിരിക്കാൻ പോകുന്നു. ഞാൻ വളരെയധികം നേരം കിടന്നുറങ്ങിപ്പോയി. വാൻ ഹെൽസിംഗ് മുറിയിലേക്ക് കടന്നു വന്ന് വിളിച്ചുണർത്തിയപ്പോഴേ ഞാൻ ഉണർന്നുള്ളൂ. എൻ്റെ കിടക്കയ്ക്കരികെ വന്ന് അദ്ദേഹം പറഞ്ഞു, കത്തികൾക്ക് വേണ്ടി താങ്കൾ ബന്ധപ്പെടേണ്ട, നമുക്ക് ഓപ്പറേഷൻ ചെയ്യണ്ട. എന്തേ? ഞാൻ ചോദിച്ചു. കാരണം അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, അധികം വൈകിപ്പോയി, അല്ലെങ്കിൽ നേരത്തെയാണ്. നോക്കൂ, അദ്ദേഹം ആ ചെറിയ സ്വർണ്ണക്കുരിശ് ഉയർത്തി കാണിച്ചു. രാത്രി ഇത് മോഷ്ടിക്കപ്പെട്ടു. ഇപ്പോൾ താങ്കളുടെ കയ്യിലിരിക്കുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് മോഷ്ടിക്കപ്പെട്ടുവെന്ന് പറയുന്നത്? ആ കുരുത്തം കെട്ടവളോട് ഞാനിത് തിരികെ വാങ്ങി. ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും മരിച്ചവരിൽ നിന്നും മോഷണം നടത്തുന്ന ദുഷ്ട. എന്നിലൂടെയല്ലെങ്കിലും അവൾക്ക് ഇതിൻ്റെ ശിക്ഷ ലഭിക്കാതിരിക്കില്ല. ഒരുപക്ഷെ താൻ ചെയ്യുന്നതിൻ്റെ ഗൗരവം അവൾ അറിഞ്ഞിരിക്കുകയില്ല. അതറിയാതെയായിരിക്കും അവൾ മോഷ്ടിച്ചിരിക്കുക. ഇനി നമുക്ക് കാത്തിരിക്കുകയേ നിവൃത്തിയുള്ളൂ. എന്നെ ഒരു പുതിയ കുഴപ്പത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അത്രയും പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോയി. 13. ഉച്ചയായപ്പോഴേക്ക് നിയമോപദേഷ്ടാവ് വന്നു. അദ്ദേഹം ഞങ്ങളുടെ പക്കൽ നിന്ന് എല്ലാ ചുമതലകളും ഏറ്റുവാങ്ങി. ലൂസിയുടെ അച്ഛൻ്റേതായ ചില വസ്തുക്കൾ മാത്രം നിയമപ്രകാരം ഒരു അകന്ന ചാർച്ചക്കാരനു ചേരും.
ബാക്കിയുള്ളതൊക്കെ ആർദർക്കുള്ളതാണ്. അദ്ദേഹം തുടർന്നു. അങ്ങനെ ഒസ്യത്തെഴുതുന്നതുകൊണ്ട് വന്നു ചേർന്നേക്കാവുന്ന വിഷമങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയല്ല, പക്ഷേ അവർ ശഠിച്ചു നിൽക്കുകയാണുണ്ടായത്. എന്നാൽ ഇപ്പോൾ അന്ന് ചെയ്തത് ഏറ്റവും ഉചിതമായി എന്നാണ് തോന്നുന്നത്. അദ്ദേഹം നല്ലൊരുത്തനായിരുന്നു. വൈകുന്നേരം ആർദറെ കണ്ട ശേഷം ബാക്കി കാര്യങ്ങൾ ശരിപ്പെടുത്താമെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നത് ഞങ്ങൾക്ക് കുറേ സമാധാനമായി. ഞങ്ങളുടെ പ്രവൃത്തിയെ ആരും ആക്ഷേപിക്കുകയില്ലല്ലോ. ആർദർ 5 മണിക്ക് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനാൽ അതിനല്പം മുമ്പ് ഞങ്ങൾ മരണമുറിയിലേക്ക് ചെന്നു. ഓ, ഇത് മരണമുറി തന്നെയാണ്. അടുത്തടുത്തായി അമ്മയും മകളുമാണ് ഇവിടെ മരിച്ചു കിടക്കുന്നത്. ആ ദൃശ്യം മരവിപ്പിക്കുന്നതായിരുന്നു. പ്രൊഫസർ വാൻ ഹെൽസിംഗ് ലൂസിയെ തനിയെ തന്നെ കിടത്താൻ ആവശ്യപ്പെട്ടു. ആർദർ വരുമ്പോൾ ലൂസിയെ തനിയെ കാണുന്നതായിരിക്കും നല്ലത്. വളരെ വിഷമത്തോടും വിമ്മിട്ടത്തോടും കൂടിയാണ് പരികർമ്മി എല്ലാം ആദ്യത്തെ പോലെ തന്നെയാക്കിയതും. ആർദർ വരുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ വികാര വൈവശ്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തു വെച്ചു. പാവം ചങ്ങാതി, അയാൾ ആകെ നിരാശനായി തകർന്നതുപോലെ തോന്നി. അയാൾക്ക് തൻ്റെ അച്ഛൻ്റെ നേരെയുണ്ടായിരുന്ന ഭയഭക്തി ബഹുമാനങ്ങൾ അളവറ്റതായിരുന്നു. ഇത്തരം ഒരു സന്ദർഭത്തിൽ അച്ഛൻ്റെ മരണം ഒരു അത്യാഘാതം തന്നെയാണ്. എന്നോട് വളരെ ഹൃദ്യമായി തന്നെയാണ് അയാൾ പെരുമാറിയത്. വാൻ ഹെൽസിങ്ങിനോട് വളരെയധികം ബഹുമാനം പ്രകടിപ്പിച്ചു. പക്ഷേ എല്ലാത്തിനുമിടയിൽ ആ ഹൃദയം വിതുമ്പുകയായിരുന്നു. പ്രൊഫസറും അത് ശ്രദ്ധിച്ചു. അദ്ദേഹം അയാളെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആംഗ്യം കാണിച്ചു. ഞാൻ അനുസരിച്ചു. മുറിയിൽ അയാൾ തനിച്ചായിരിക്കുന്നതാണ് നല്ലതെന്ന് കരുതി ഞാൻ തിരികെ പോരാൻ ഭാവിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് നയിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, സുഹൃത്തെ, താങ്കളും അവളെ സ്നേഹിച്ചിരുന്നു. അവൾ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. താങ്കളോടുള്ളത്ര ഹൃദയബന്ധമുള്ള ഒരു സുഹൃത്ത് അവൾക്ക് വേറെയില്ല. താങ്കൾ അവൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതിനെല്ലാം എങ്ങനെയാണ് കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. എന്നെ കെട്ടിപ്പിടിച്ച് മാറിൽ മുഖമമർത്തി അയാൾ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. ഓ സെവാർഡ്, ഞാൻ എന്ത് ചെയ്യട്ടെ? എൻ്റെ ജീവിതത്തിൻ്റെ ചൈതന്യം പെട്ടെന്ന് അണഞ്ഞുപോയതുപോലെ തോന്നുന്നു. ഈ വിശാലമായ ലോകത്തിന് എനിക്ക് ആരുമില്ല. ഞാൻ കഴിവുപോലെ അയാളെ സമാധാനിപ്പിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യൻ അധികം സംസാരിക്കേണ്ടതില്ലല്ലോ. കൈയൊന്നു പിടിച്ച് അമർത്തുക, ചുമലിൽ കൈയിട്ട് ചേർത്ത് കെട്ടിപ്പിടിക്കുക, ഒരുമിച്ചൊന്നു തേങ്ങുക. ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യഹൃദയത്തിന് ഇത്രയൊക്കെ തന്നെ ധാരാളമാണ്. തെല്ലു നേരത്തിന് ശേഷം ഞാൻ വളരെ സൗമ്യനായി പറഞ്ഞു, വരൂ, അവളെ കണ്ടോളൂ. ഞങ്ങൾ ഒരുമിച്ച് കട്ടിലിനരികിലേക്ക് നീങ്ങി. അവളെ പുതപ്പിച്ചിരുന്ന വസ്ത്രം മുഖത്ത് നിന്ന് നീക്കി. ദൈവമേ, അവൾ എന്തുമാത്രം സുന്ദരിയായിരിക്കുന്നു! മണിക്കൂറുകൾ കഴിയുന്തോറും അവൾ കൂടുതൽ കൂടുതൽ മനോഹാരിണിയായി വരുന്നുണ്ടെന്ന് തോന്നി. ഞാൻ അത് കണ്ട് ഭയപ്പെട്ടു. അത്ഭുതവും എന്നിൽ ഊറുന്നു. ആർദർ നിന്ന് വിറ കൊണ്ടുപോയി. അയാൾ ശങ്കാധീനനായ പോലെ തോന്നി. ഒടുവിൽ വളരെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ ചോദിച്ചു, സെവാർഡ്, ഇവൾ വാസ്തവത്തിൽ മരിച്ചിരിക്കുന്നുവോ? വേദനയോടെയാണെങ്കിലും ഞാൻ ആ വസ്തുത അദ്ദേഹത്തെ പറഞ്ഞു ധരിപ്പിച്ചു. ഇത്തരം ഭയാനകമായ സംശയങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുകയില്ലെന്ന് എനിക്ക് തോന്നി. അതിനാൽ മരിച്ചു കഴിഞ്ഞാൽ മുഖം കുറെ മൃദുലമാവുമെന്നും ചിലപ്പോൾ യൗവനത്തിലെ സൗന്ദര്യം തിരിച്ചു കിട്ടുമെന്നും ഞാൻ പറഞ്ഞു. വളരെയധികം നേരം കുഞ്ഞു നോക്കിക്കൊണ്ട് നിന്ന ശേഷം അയാൾ പുറകോട്ട് തിരിഞ്ഞു. ശവപ്പെട്ടി തയ്യാറായി കഴിഞ്ഞിരുന്നു. അയാൾ തിരികെ ചെന്ന് അവളുടെ ജീവസറ്റ കൈയെടുത്ത് ചുംബിച്ചു. കുനിഞ്ഞ് നെറ്റിയിന്മേലും ചുണ്ടണച്ചു. വികാരതരളനായി തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ട് അയാൾ തിരിച്ചു പോന്നു. ഞാൻ അയാളെ സ്വീകരണമുറിയിലാക്കി. വാൻ ഹെൽസിങ്ങിൻ്റെ അരികിലേക്ക് ചെന്ന് അയാൾ അന്ത്യദർശനം കഴിച്ചു പോന്നുവെന്ന് പറഞ്ഞു. അദ്ദേഹം പോയി പരികർമ്മിയെ കണ്ട് ശവപ്പെട്ടി മൂടി ആണി വയ്ക്കാൻ ഏർപ്പാട് ചെയ്തു. മുറിയിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആർദറുടെ സംശയം അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് യാതൊരു അതിശയവുമില്ല. ഇപ്പോൾ ഞാൻ തന്നെ ഒരു നിമിഷം ശങ്കിച്ചുപോയി. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാനിരുന്നത്. പാവം ആർദർ അസുഖമൊന്നുമില്ലെന്ന് നടിക്കാൻ പണിപ്പെടുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഭക്ഷണ സമയം അത്രയും വാൻ ഹെൽസിംഗ് നിശബ്ദനായിരുന്നു. ഉള്ളിൽ തറയ്ക്കുന്ന ആത്മാർത്ഥതയോടെ ആർദർ പറഞ്ഞു, എൻ്റെ ഓമനയ്ക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുള്ളതിന് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. ഒരു നിമിഷനേരം നിർത്തി അയാൾ വീണ്ടും തുടർന്നു, താങ്കളുടെ നന്മ എന്നേക്കാളും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് അവളാണ്. അന്ന് ഞാൻ എന്തെങ്കിലും കർക്കശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ പ്രൊഫസർ തലകുലുക്കി. താങ്കൾ എനിക്ക് മാപ്പ് തരണം. ദയാമസൃണമായ സ്വരത്തിലാണ് പ്രൊഫസർ മറുപടി പറഞ്ഞത്. ആ സമയത്ത് താങ്കൾക്ക് എന്നെ വിശ്വസിക്കുവാൻ വിഷമമായിരുന്നുവെന്ന് എനിക്കറിയാം. ഞാൻ അത്രയും ക്രൂരമായാണ് പെരുമാറിയത്. താങ്കൾ ഇപ്പോഴും എന്നെ വിശ്വസിക്കുന്നില്ലെന്ന്
വിശ്വസിക്കാൻ വഴിയില്ലെന്ന് എനിക്കറിയാം. കാരണം സംഗതികളൊക്കെ താങ്കൾക്ക് ഇപ്പോഴും അജ്ഞാതമാണ്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങൾ കൂടുതൽ ഉണ്ടാവാനാണ് പോകുന്നത്. എനിക്കുറപ്പുണ്ട് താങ്കൾ എന്നെ പരിപൂർണമായും വിശ്വസിക്കുന്ന ഒരു സന്ദർഭം വരും. അപ്പോൾ താങ്കൾക്ക് വേണ്ടി, ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി, മരിച്ചുപോയ ആ കൊച്ചു പെൺകിടാവിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളതിനെല്ലാം താങ്കൾ എന്നെ അനുമോദിക്കുകയും ചെയ്യും. ഉവ്വ് സർ, ആർതർ ആത്മാർത്ഥതയോടെ പറഞ്ഞു. ഞാൻ തീർച്ചയായും താങ്കളെ വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിക്കുകയും ചെയ്യും. താങ്കൾക്ക് സ്നേഹസമ്പന്നമായ ഒരു വിശാല ഹൃദയമാണുള്ളതെന്ന് എനിക്കറിയാം. താങ്കൾ സെവാഡിൻ്റെ സുഹൃത്താണ്. താങ്കൾ അവളുടെയും സുഹൃത്തായിരുന്നു. താങ്കൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം. എങ്കിൽ ഞാൻ താങ്കളോട് ചിലത് ചോദിക്കട്ടെ? പ്രൊഫസർ കണ്ടം ശരിപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു. തീർച്ചയായും. ലൂസിയുടെ അമ്മ തൻ്റെ സ്വത്തെല്ലാം താങ്കൾക്ക് തന്നിരിക്കുകയാണെന്ന് മുമ്പ് അറിയാമായിരുന്നോ? ഇല്ല സുഹൃത്തെ, ഒരിക്കലുമില്ല. പോകട്ടെ, ഇപ്പോൾ എല്ലാം താങ്കളുടേതാണല്ലോ. അതെല്ലാം താങ്കൾക്ക് യഥേഷ്ടം ഉപയോഗിക്കുകയും ചെയ്യാം. ലൂസിയുടെ കത്തുകളും മറ്റെല്ലാ കടലാസുകളും വായിക്കാൻ താങ്കൾ എന്നെ അനുവദിക്കണം. എന്നെ വിശ്വസിക്കൂ, ഒരു വെറും ആകാംക്ഷ കൊണ്ട് ആവശ്യപ്പെടുന്നതല്ല. ശരിയായ കാരണമുണ്ട്. അവൾ എന്നെ വിലക്കുമായിരുന്നില്ലെന്നും എനിക്കറിയാം. ഞാനതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവയെല്ലാം താങ്കൾക്ക് ചേർന്നതാണെന്ന് അറിയുന്നതിന് മുമ്പാണ് ഞങ്ങൾ അതൊക്കെ എടുത്തു വെച്ചത്. അപരിചിതനായ ഒരാളുടെ കണ്ണിൽ അത് പെടരുതെന്ന് ഞാൻ കരുതി. അപരിചിതനായ ഒരാൾ ഈ കത്തിലൂടെ അവളുടെ ഹൃദയത്തിൽ എത്തി നോക്കരുത്. ഞാൻ അവയൊക്കെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കാം. താങ്കളും ഇപ്പോൾ അവ കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരക്ഷരം പോലും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. സമയമാകുമ്പോൾ എല്ലാം താങ്കളെ ഏൽപ്പിക്കുകയും ചെയ്യാം. കുറെ കടുത്ത കാര്യമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, പക്ഷേ താങ്കൾ അത് ചെയ്യും, ഇല്ലേ? ലൂസിക്ക് വേണ്ടിയെങ്കിലും. ആർതർ മുമ്പത്തെ പോലെ തന്നെ പരിപൂർണ മനസ്സോടെ തന്നെയാണ് മറുപടി പറഞ്ഞത്. ഡോക്ടർ വാൻ ഹെൽസിംഗ്, താങ്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ഓമന അംഗീകരിച്ചിരിക്കാവുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നാണ് എൻ്റെ വിചാരം. സമയമാവുന്നതുവരെ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ച് താങ്കളെ ശല്യപ്പെടുത്തുകയില്ല. പ്രൊഫസർ എഴുന്നേറ്റ് നിന്നു. അതാണ് ശരി. വേദന നമുക്കെല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ എല്ലാം തന്നെ വേദനാമയമാവില്ല. വേദന എന്നും നിലനിൽക്കുകയുമില്ല. നമുക്ക്, എൻ്റെ കുഞ്ഞെ, എല്ലാവരിലും ഉപരി താങ്കൾക്ക് സന്തോഷത്തിലേക്ക് എത്തും മുമ്പ് തരണം ചെയ്യാനുള്ളത് മുള്ളു നിറഞ്ഞ പാതകളാണ്. പക്ഷേ നാം ഒരിക്കലും ധൈര്യം കൈവിടരുത്. സ്വാർത്ഥ ചിന്തയില്ലാതെ നമ്മുടെ കടമ നിർവഹിക്കുക. എല്ലാം നേരെയാവും. ആ രാത്രി ആർതറുടെ മുറിയിൽ ഒരു സോഫയിൽ കിടന്ന് ഞാൻ ഉറങ്ങി. വാൻ ഹെൽസിംഗ് ഉറങ്ങിയതേയില്ല. അദ്ദേഹം ഒരു കാവൽക്കാരനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. ലൂസി കിടക്കുന്ന മുറിയുടെ ചുറ്റുപാടിൽ നിന്ന് ഒരിക്കലും അദ്ദേഹം അകന്നുപോയില്ല. ആ ശവപ്പെട്ടി പനിനീർ പൂക്കളും ലില്ലിപ്പൂക്കളും കൂട്ടത്തിൽ വെള്ളുള്ളിപ്പൂക്കളും കൊണ്ട് മൂടിക്കിടക്കുകയാണ്. കട്ടികൂടിയ ഒരു സമ്മിശ്ര ഗന്ധം അവിടെ വായുവിൽ തങ്ങി നിന്നിരുന്നു. മീനയുടെ ഡയറി, സെപ്റ്റംബർ 22. എക്സ്റ്ററിലേക്കുള്ള വണ്ടിയിലാണ് ഞാനിപ്പോൾ. ജൊനാഥൻ കിടന്നുറങ്ങുന്നു. ഡയറി എഴുതിയിട്ട് ഇപ്പോൾ കുറേ ദിവസമായിരിക്കുന്നു. ഓഹ്, കാലം എത്ര വേഗത്തിലാണ് കടന്നു പോകുന്നത്. അതിനിടയിൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്. വൈറ്റ് ബീയിൽ ഞാൻ ഏകയായിരുന്നു. ജൊനാഥൻ അങ്ങകലെ. യാതൊരു വിവരവുമില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ വിവാഹിതരായി. ജൊനാഥൻ ഒരു നിയമോപദേഷ്ടാവായി, ബിസിനസ്സിൽ പങ്കുകാരനായി, ധനികനായി, ഇപ്പോൾ എല്ലാറ്റിൻ്റെയും മേലധികാരിയുമായി. ഹോക്കിൻസ് മരിച്ചു. ജൊനാഥന് ഒരിക്കൽ കൂടെ അന്നത്തെ സുഖക്കേട് പിടിപെട്ടു. ഇനി എന്നെങ്കിലും ഒരു ദിവസം അദ്ദേഹം അതിനെപ്പറ്റി ചോദിച്ചേക്കാം. എല്ലാം അങ്ങനെ പോകുന്നു. ഹോക്കിൻസിൻ്റെ സംസ്കാര കർമ്മം വളരെ ചുരുങ്ങിയ തോതിൽ ലളിതമായാണ് നടത്തിയത്. ഞങ്ങളുടെ ചില പരിചാരകരും എക്സ്റ്ററിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ 1-2 സുഹൃത്തുക്കളും ജോലി സംബന്ധമായി വേറെ ചിലരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും ജൊനാഥനും പരസ്പരം കൈകോർത്താണ് നിന്നിരുന്നത്. ഞങ്ങളുടെ ഏറ്റവും നല്ല പ്രിയപ്പെട്ട ഒരു ആത്മസുഹൃത്ത് ഞങ്ങളിൽ നിന്ന് എന്നേക്കുമായി മറഞ്ഞു പോവുകയായിരുന്നു. ഞങ്ങൾ ശാന്തചിത്തരായി തിരികെ പോന്നു. കുറച്ചുനേരം പാർക്കിൽ ചുറ്റി നടക്കുന്നത് ഉല്ലാസകരമായിരിക്കുമെന്ന് തോന്നി. ഞങ്ങൾ പുറപ്പെട്ടു. പക്ഷേ അവിടെ അങ്ങിങ്ങായി വളരെ ചുരുക്കം പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആകപ്പാടെ ഒരു വല്ലാത്ത ഏകാന്തത. വളരെ കസേരകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ശോകമൂകമായ അന്തരീക്ഷം. ഞങ്ങൾ പിക്കാഡില്ലി തെരുവിലേക്ക് തിരിച്ചു. ജൊനാഥൻ എൻ്റെ കൈ പിടിച്ചിരുന്നു. ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊന്നും ശ്രദ്ധിക്കാതെ ഞങ്ങൾ നടന്നു. മുന്നിൽ ഒരു വണ്ടി നീങ്ങിക്കൊണ്ടിരുന്നു. അതിനുള്ളിലിരിക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയെ ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ജൊനാഥൻ എൻ്റെ കൈ ശക്തിയായി പിടിച്ചു ഞെരിച്ചു. എൻ്റെ ഈശ്വരാ, അദ്ദേഹം ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ജൊനാഥൻ്റെ കാര്യത്തിൽ എനിക്ക് സദാസമയവും ഉത്കണ്ഠയാണ്. കാരണം ഒരു ചെറിയ ഷോക്ക് തട്ടിയാൽ അദ്ദേഹം വീണ്ടും തകർന്നേക്കും.
ഞാൻ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ നേരെ തിരിഞ്ഞ് സംഗതി എന്താണെന്ന് അന്വേഷിച്ചു. അദ്ദേഹം ആകെ വിളറിയിരുന്നു. കണ്ണുകൾ അത്ഭുതവും ഭീതിയും കൊണ്ട് പുറത്തേക്ക് തുറിച്ചിരിക്കുന്നു. കുറച്ചകലെയായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന നീണ്ടുയർന്ന ഒരു മെലിഞ്ഞ മനുഷ്യനെ തന്നെ ശ്രദ്ധിക്കുകയാണ് അദ്ദേഹം. പക്ഷിയുടെ കൊക്കുപോലുള്ള മൂക്കും, കറുത്ത മീശ, കൂർത്ത താടി, ഒരു കറുത്ത വസ്ത്രം കൊണ്ട് സകലം മൂടിയിരിക്കുന്നു. അയാളും ആ സുന്ദരിയായ പെൺകുട്ടിയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അയാൾ ഏകാഗ്രമായി അവളെ വീക്ഷിച്ചു കൊണ്ടിരുന്നതിനാൽ ഞങ്ങൾ ഇരുവരും അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൊണ്ട് എനിക്ക് അയാളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. ഒരവലക്ഷണം പിടിച്ച മുഖം, ക്രൂരവും വികാര വിജൃംഭിതവുമായിരുന്നു അത്. തുടുതുടുത്ത ചുണ്ടുകൾ, അതിനാൽ തന്നെ വെണ്മ ഇരട്ടിച്ച നീണ്ട കൂർത്ത പല്ലുകൾ, നായ്ക്കളുടെ പല്ലുകൾ പോലെ കൂർത്തവയാണവ. ജൊനാഥൻ അയാളെ തന്നെ തുറിച്ചു നോക്കുകയാണ്. അയാളും ഞങ്ങളെ ശ്രദ്ധിച്ചേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ ചോദിച്ചു, എന്തുപറ്റി? എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാവുന്നത് പോലെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അതാരാണെന്നറിയാമോ? അറിയില്ലല്ലോ, എനിക്കറിഞ്ഞുകൂടാ. ആരാണ്? അദ്ദേഹത്തിൻ്റെ മറുപടി എന്നെ ഭയചകിതയാക്കി. എന്നോട്, അദ്ദേഹത്തിൻ്റെ മീനയോട് അല്ല അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് തോന്നിപ്പോയി. ഇതവൻ തന്നെയാണ്. അദ്ദേഹം എന്തോ കണ്ട് പരിഭ്രമിച്ചിരിക്കുകയാണ്. വളരെയധികം പരിഭ്രമിച്ചിരിക്കുന്നു. ഞാൻ കൂടെയുണ്ടായിരുന്നില്ലെങ്കിൽ, ഞാൻ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ബോധം കെട്ട് വീഴുമായിരുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം തുറിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. അടുത്ത കടയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് വണ്ടിയിലിരുന്ന സ്ത്രീയുടെ കയ്യിൽ ഒരു പൊതി കൊടുത്തു. അവരുടെ വണ്ടി നേരെ ഓടിച്ചുപോയി. ആ സമയം അത്രയും ആ കറുത്ത നീണ്ട മനുഷ്യൻ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കിയിരുന്നു. അവർ പോയി മറിഞ്ഞപ്പോൾ അയാളും അതേ വഴിക്ക് തന്നെ പോയി. ജൊനാഥൻ അയാൾ പോകുന്നത് തന്നെ നോക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നോടെന്ന പോലെ പറഞ്ഞു, അത് പ്രഭു തന്നെയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കുറെ കൂടി ചെറുപ്പമായിരിക്കുന്നു. എൻ്റെ ഈശ്വര, എനിക്കതറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അറിയാൻ മാത്രം സാധിച്ചിരുന്നെങ്കിൽ. അദ്ദേഹം വളരെയധികം മതികചിത്തനായി കാണപ്പെട്ടു. എന്തെങ്കിലും ചോദിച്ച് അദ്ദേഹത്തെ ആ വിഷയത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മൗനം ദീക്ഷിച്ചതേയുള്ളൂ. ഗ്രീൻ പാർക്കിൽ ചെന്ന് കുറച്ചു നേരം ഞങ്ങളിരുന്നു. തെല്ല് നേരത്തേക്ക് ജൊനാഥൻ ശൂന്യതയിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. പിന്നീട് എൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു വെച്ച് ഉറക്കത്തിൽ ലയിച്ചു. അദ്ദേഹത്തിനപ്പോൾ ഉറക്കം തന്നെയാണ് ഉത്തമമെന്ന് എനിക്ക് തോന്നി. ഞാൻ ശല്യപ്പെടുത്തിയതേയില്ല. ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഉണർന്നു. വളരെ ഉല്ലാസവാനായിരുന്നു. എന്താ മീന, ഞാൻ ഉറങ്ങിയോ? ഓഹ്, ഞാൻ എത്ര നിഷ്ഠൂരനായിപ്പോയി. എനിക്ക് മാപ്പ് തരൂ മീന. നമുക്ക് എവിടെയെങ്കിലും പോയി ഓരോ കോപ്പ ചായ കുടിക്കാം. ആ കറുത്ത അപരിചിതനെപ്പറ്റി അദ്ദേഹം പാടെ മറന്നു കഴിഞ്ഞതുപോലെ തോന്നി. ഈ മറവി എനിക്ക് തീരെ രുചിച്ചില്ല. ഇതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തെ ബാധിച്ചേക്കും. ഏതായാലും ഞാൻ ഒന്നും ചോദിക്കില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കരുതല്ലോ. പക്ഷെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ വിദേശ പര്യടനത്തെപ്പറ്റി മനസ്സിലാക്കിയേ തീരൂ. ആ പൊതിയഴിച്ച് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ ജൊനാഥൻ, ഞാൻ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങ് എനിക്ക് മാപ്പ് തരുമെന്ന് വിശ്വസിക്കട്ടെ. അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. പിന്നീട് ഏത് നിലയ്ക്ക് നോക്കിയാലും വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അതിയായ ദുഃഖം തോന്നി. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ആ വിശുദ്ധാത്മാവ് ഇപ്പോൾ ഇവിടെയില്ല. ജൊനാഥൻ ഇപ്പോഴും പകുതി മയക്കത്തിലെന്ന പോലെ തെല്ല് വിളറിയിരിക്കുന്നു. പോരാത്തതിന് വാൻ ഹെൽസിങ്ങിൻ്റെ ഒരു കമ്പിയും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വളരെയധികം വേദനപ്പെടുമെന്ന് എനിക്കറിയാം. ലൂസിയുടെ അമ്മ 5 ദിവസം മുമ്പ് മരിച്ചു. മിനിഞ്ഞാന്ന് ലൂസിയും. രണ്ടുപേരുടെയും ശവസംസ്കാരം നടത്തിയത് ഇന്നാണ്. 2-3 വാചകങ്ങളിൽ ഒതുക്കി വെച്ച ദുഃഖത്തിൻ്റെ ഒരു മഹാസമുദ്രം. നീ പോയി. ഇനി ഒരിക്കലും ഞങ്ങളുടെ ഇടയിലേക്ക് തിരിച്ചു വരികയില്ല. ആർദ്രയുടെ ജീവകാല ചൈതന്യം നഷ്ടപ്പെട്ടു. ഈശ്വര, എനിക്ക് ഈ വേദനകളെല്ലാം സഹിക്കാനുള്ള മനക്കരുത്തുണ്ടാക്കി തരണേ.